അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട ഒന്നാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും റാഹത്ത് തന്നെയല്ലേ? ഇൻഷാ അല്ലാഹ് നാളെ 26-ാം തീയതി ശനിയാഴ്ച തഫ്ഹീമാണ്, വായനാണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ കുട്ടികൾക്ക് എന്ത് ചെയ്യാം, പരീക്ഷയ്ക്ക് എഴുതാം. ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ, അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ കുട്ടികളെ കൊണ്ട് ഓരോന്നും വായിപ്പിക്കുക, ഓരോ ചിത്രങ്ങൾ കാണിച്ചിട്ട് അറബിയിൽ ആ ചിത്രത്തിൻ്റെ പേര്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇത് കണ്ടോ, ശരിയായത് വായിച്ച് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിലേതാ? ലബിനുൻ, ദർബുൻ, ഉറബുൻ. അപ്പോൾ ഇതിലേതാണ് ശരി? അതിൻ്റെ അവിടെ ടിക്ക് ചെയ്യണം. ഇങ്ങനെ നാളത്തെ പരീക്ഷയിൽ ഓരോന്നും ഇങ്ങനെ വരും. ഇപ്പോൾ ഇഷ്ടിക അല്ല, ശരിയായത് വായിച്ച് സെലക്ട് ചെയ്യുക. ദർബുൻ, ലബിനുൻ, ഇബറുൻ. കണ്ട, ഇതൊക്കെ നമ്മൾ പാഠത്തിൽ വായിച്ചതാണ്. അടുത്ത ടൈ. കണ്ട, ശരിയായത് വായിച്ച് സെലക്ട് ചെയ്യുക. ഇങ്ങനെ ഓരോന്നും കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അപ്പോൾ നാളെ എന്ത് ചെയ്യാൻ പറ്റും? കുട്ടികൾക്ക് എളുപ്പത്തിൽ പരീക്ഷ എഴുതാൻ സാധിക്കും. വീഡിയോ ഫുള്ളായിട്ട് കാണുക. അടിച്ചു വിട്ട് പോയി കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ കുട്ടികൾ പ്രത്യേകം ഓരോന്നും ശ്രദ്ധിക്കുക. രക്ഷിതാക്കളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോഴേ കുട്ടികൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് കണ്ടില്ലേ, ഓരോന്നും കൊടുത്തിട്ടുണ്ട്. വാവ് മുകളിൽ എഴുതിയിട്ടുണ്ട്, അക്ഷരങ്ങൾക്ക് വട്ടത്തിൽ കാണുന്ന ഹർക്കത്ത് ചേർത്ത് വായിക്കുക. ആ വട്ടത്തിൽ കാണുന്നില്ലേ, ഇവിടെ ഇപ്പോൾ ലാമിനുള്ള അമ്മ കൊടുത്തിട്ടുണ്ട്. അപ്പം വെറും ലാമെന്ന് വായിക്കാൻ പാടില്ല, ഇവിടെ ലു എന്ന് തന്നെ വായിക്കണം. അങ്ങനെ ഓരോന്നും എന്ത് ചെയ്യുക, കുട്ടികളെ കൊണ്ട് വായിപ്പിക്കുക. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. പിന്നെ താഴെ കാണുന്ന പദങ്ങൾ വായിക്കുക. അല്ല, മർമറുൻ, സമക്കുൻ, യദുൻ, ലബിനുൻ. അല്ല, പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വൃത്തത്തിൽ കൊടുത്ത അക്ഷരം വിട്ട ഭാഗത്ത് ചേർത്ത് വായിക്കുക. അല്ല, അവിടെ വിട്ടുപോയത് എന്ത് ചെയ്യുക, വായിക്കുക. അപ്പോൾ അവിടെ ഇ എന്നാണുള്ളത്, അപ്പോൾ ഇബറുൻ എന്നാണ്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക. ഇങ്ങനെ ഓരോന്നും കുട്ടികളെ കൊണ്ട് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക കേട്ടോ. എല്ലാ രക്ഷിതാക്കളും ഒന്നും എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം കുട്ടികളെ. ചെറിയ കുട്ടികളല്ലേ, അവർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് തോന്നുന്നു. അള്ളാഹു നമ്മളെ മക്കളെ വിജയിപ്പിക്കുമാറാകട്ടെ.